പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. എപ്പോഴും മാറ്റി വയ്ക്കാനുള്ള ഒരു പ്രവണത. അത് മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് വീണ്ടും ടൈമിലേക്ക് തന്നെ വരികയാണ്. ടൈം ടേബിളിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം? അടുത്തത്, നമ്മൾ പലർക്കും പല രീതിയിലാണ്. നമ്മൾ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു ദിവസം ചെയ്യാൻ. നമുക്കറിയാം ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളത് എഴുതിയിടുന്നു. ഒബ്വിയസ്ലി നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് വായിക്കുമ്പോൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. നമ്മളെപ്പോഴും പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ പരമാവധി ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ, ഇത് മാൻഡേറ്ററി ചെയ്തിരിക്കണം. എന്ത് വന്നാലും ഇത് ചെയ്തിരിക്കണം. അപ്പം നമ്മൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. എപ്പോഴും മാറ്റി വയ്ക്കാനുള്ള ഒരു പ്രവണത. അത് മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാൻ ഇന്നിത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ടാസ്കുകൾ. ഇപ്പോൾ ഇന്ന് നമ്മൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നമ്മളിന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 മണിക്കൂറിനുള്ളിൽ ഈ ഇതെല്ലാം തീർന്നിരിക്കണം. അല്ലെങ്കിൽ പരമാവധി ഒരു 5 മണിക്കൂർ, 50% മുകളിലോട്ട് എടുക്കാൻ പാടില്ല. കാരണം അൺഎക്സ്പെക്റ്റഡ് ഡിലേസ് വന്നാൽ അത് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെ ടാസ്കുകൾ നടന്നിട്ടില്ലെങ്കിലും ഈ പറയുന്ന 3ഓ 5ഓ കാര്യങ്ങൾ ഇന്ന് ഞാൻ നടത്തിയിരിക്കും എന്ന് പറയുമ്പോൾ ആ ടാസ്ക് കഴിഞ്ഞു. നമ്മളുടെ 50 ടാസ്കുകളുടെ ലിസ്റ്റിൽ നിന്ന് 5 എണ്ണം വെട്ടിപ്പോയി. പിന്നെ ബാക്കി 45 നോക്കിയാൽ മതിയല്ലോ. ഹാഫ് വേയിൽ നമ്മൾ നിർത്താതെ. അപ്പോൾ ഈ പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യുക. ഹൈ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി. ഇതിൽ നമ്മൾ ചെയ്യേണ്ട, ഇതിൽ വേറെ മെട്രിക്സ് ഒക്കെ ഉണ്ട് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. ഇപ്പോൾ നമുക്ക് എംപ്ലോയീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഇൻവോൾവ് ആവേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീടത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഇങ്ങനെയുള്ള മെട്രിക്സ് എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ബേസിക് തിങ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് വളരെ സിമ്പിളായിട്ട് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. വെരി ഗുഡ്. ആ പ്രയോറിറ്റീസ് നമ്മൾ കഴിഞ്ഞാൽ അടുത്ത ദിവസം പുതിയ. ഞാൻ എൻ്റെ ഫ്രണ്ട്സികളൊക്കെ ഓടുന്ന ഞാൻ പറഞ്ഞു പറ്റുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ പ്രധാന പ്രശ്നം അവർക്കുള്ളത് ഈ പ്രയോറിറ്റീസ് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് നമ്മൾ ഇതിന് വലിയൊരു സംഭവം മെട്രിക്സിൻ്റെ പിന്നാലെ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടത് തന്നെയാണോ? വലിയൊരു മെട്രിക്സുമായിട്ടൊന്നും വരണ്ട. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ചെയ്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ചെയ്യാൻ പറ്റും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു റൂം, 2 റൂം എടുക്കാം. ഒന്ന് നമ്മൾ തട്ടിൽ കൃത്യമായി നമ്മൾ എഴുതി വെക്കപ്പെട്ടിട്ട് ഒതുക്കി വെച്ച റൂം, ഒന്ന് കച്ചറായി കിടക്കുന്ന റൂം. ഈ 2 റൂമിൽ നിന്ന് ഒരാളോട് പറയാണ് എനിക്ക് ഇന്ന ബുക്ക് വേണം എന്ന് പറയുമ്പോൾ ആദ്യം ആൾ പോവുക എപ്പോഴും ആ നല്ല അടുക്കി വെച്ചിട്ടുള്ള ആ റൂമിലേക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മൈൻഡിനെ നമ്മൾ അടുക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മളൊരു ഡയറിയിലേക്ക് നമ്മളെ ടൈമും മറ്റു സാഹചര്യങ്ങളും എഴുതി വെക്കപ്പെടുന്നത്. അതിനെ പ്രയോറിറ്റി ചെയ്യണം, ഏത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ എന്താണ് അത് അടുക്കി വെക്കുമ്പോൾ കിട്ടും. അപ്പം നമുക്ക് ആ മൈൻഡ്, അപ്പോൾ എപ്പോഴും ആ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ അടുക്കി വെച്ചതുകൊണ്ട് ഒന്നുകൂടി സൗകര്യമായി ആകുക ചെയ്യുക. അത് നമ്മുടെ ഡയറിയിലും കൂടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഇവിടെയൊക്കെ ഇതൊക്കെ ശരിയാണ്. ഇപ്പൊ എന്തൊക്കെ അറിയുന്ന ആളുകൾ തന്നെ ഇവരൊക്കെ എല്ലാവരും. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ചില ആളുകൾ അങ്ങനെ അടുക്കാത്തവരാണ്. ചില ആളുകൾ നന്നായിട്ട് അടുക്കി വെക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ വലിയ വർക്കൊന്നും നടക്കുന്നുണ്ടാവില്ല, കൃത്യമായി ചെയ്യുന്ന ആളുകളുമാണ്. അത് ചില എല്ലാവരുടെയും പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചാണ്. പക്ഷെ ഇവിടെ നമുക്ക് ചെറിയൊരു സിമ്പിൾ മെക്കാനിസമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇടക്ക് നമ്മളൊരു ഹാഫ് ആൻ അവറിൽ എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എനിക്ക് ഞാൻ തന്നെ ചെയ്താലേ നടക്കുള്ളൂ, ഞാനില്ലെങ്കിൽ നടക്കില്ല. അതാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ, ഒന്ന് ഇടക്കിടക്കൊന്ന് നമ്മളൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അത്യാവശ്യം ഇല്ലാത്തടത്താണെങ്കിൽ അവൻ്റെ ഗോൾ സെറ്റ് അവിടെ കിടക്കുന്നുണ്ട്, ഇടക്കിടക്ക് അവൻ്റെ ടൈം ടേബിൾ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് തിരിച്ചു പോകാൻ ശ്രമിച്ചൂടെ? തീർച്ചയായിട്ടും. അങ്ങനെ അല്ലാതെ വലിയൊരു സംഭവം നമ്മൾ സാധാരണ ആൾക്കാരോട് പറഞ്ഞ് മെട്രിക്സ് കാണാൻ ചേരാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇവരോട് ഇതേ പറഞ്ഞു, നിങ്ങൾക്കറിയാം, ഇത് എനിക്കിത് കൂടാതെ കഴിയാത്തതാണോ, ഞാനിത് മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയാം. അപ്പോൾ ആ ഫുഡ് സ്റ്റോപ്പ് ഇടക്കിടക്ക് ജീവിതത്തിൽ ഇട്ട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് ക്രമീകരിച്ചതുണ്ടല്ലോ, അതിലേക്ക് പോകാൻ നമ്മൾ ഇടക്കിടക്ക് ഹാഫ് ആൻ അവറിൽ ശ്രമിക്കണം. അതൊരു മെഡിറ്റേഷൻ പോലെ തന്നെ നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട വലിയൊരു ടൂളാണ്. ഓക്കെ, അപ്പൊ ടൈമിനെ കുറിച്ച് ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ഇതിന്റെ പ്രയോറിറ്റി പറഞ്ഞു, ഇനിയും ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ എംപ്ലോയീസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഈ ടൈം നഷ്ടപ്പെടുന്നത്, നേരത്തെ പറഞ്ഞു കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, കുറേ കച്ചറയുണ്ട്. നമുക്കൊരു പക്ഷേ ഈ കച്ചറയിൽ നിന്ന് എവിടെ ഈ സാധനം ഉണ്ടെന്ന് അറിയും.
നമ്മളത് ആ സാധനം എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും. നമ്മുടെ സമയം മാത്രമല്ല പോകുന്നത്, എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഫോക്കസ് നഷ്ടപ്പെടും. നമ്മൾക്കാണ് അവിടെ സമയം നഷ്ടപ്പെടുന്നത്. അവർ കംഫർട്ടബിളായി, അവർക്ക് ആ സാധനം കിട്ടി, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ പലപ്പോഴും ഡീവിയേറ്റ് ആവാറുണ്ട്. ഏത് സ്ഥാപനം നോക്കുമ്പോഴും ഇപ്പോൾ ഒരാൾ ചായ കുടിക്കാൻ പോയി അവൻ തിരിച്ചു വന്നോ എന്നുള്ള സമയം നോക്കി ആ 15 മിനിറ്റ് അവിടെ പോയിക്കൊണ്ടിരിക്കുക, ഇദ്ദേഹം തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ അവരെന്ത് ചെയ്യുന്നു, അവർ ചായയാണോ, മധുരം ഇട്ടിട്ടുണ്ടോ, കൂടുതൽ പാലെടുക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം അവിടെ നിന്ന്, നമ്മളുടെ സമയമാണ് ഇവിടെ ഏറ്റവും വിലപ്പെട്ടത്. അതെ. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇതുപോലത്തെ വിഷയങ്ങൾ ഇപ്പൊ ഒരു ബിസിനസ്മാൻ വരുന്നുണ്ടല്ലോ, അവിടെ അവരിപ്പോൾ പോയി വന്നോ ഇല്ലേ, ഇതുപോലെ നിങ്ങൾ പറഞ്ഞ ഓരോ ചെറിയ കാര്യങ്ങളും. ഇവിടെയാണ് നമുക്ക് സിസ്റ്റത്തിൻ്റെ പ്രസക്തി. ഏത് ചെറിയ കടയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം ഉദാഹരണം പറയാം, ഇപ്പം നിങ്ങളൊരു ഷോപ്പ് ഇടുന്നു, ഒരു നോർമൽ ഷോപ്പാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ എഴുതിയിട്ടുണ്ട് രാവിലെ 9 മണിക്ക് തുറക്കണം, രാത്രി 9 മണി വരെ ഉണ്ടായിരിക്കണം, ഉച്ചയ്ക്ക് അരമണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ഈവൺ അതും ഒരു സിസ്റ്റമാണ്. ഒരു ചെറിയൊരു വെൽ ഡെവലപ്ഡ് അല്ലാത്തൊരു സിസ്റ്റമാണ്, പക്ഷേ അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത്. ഇവിടെ ഒരു കാര്യം ഇടപെടലാണ്. അതായത് നമ്മൾ ചില ബിസിനസ്സുകാരോടൊക്കെ പറയുമ്പോഴേ, അല്ലെങ്കിൽ നമ്മുടെ ടീമിനോട് തന്നെ പറയുമ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കാറുണ്ട്. അതെ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് എന്തോ സംഭവമാണ്, സിസ്റ്റത്തിലേക്ക് വരണം, കമ്പ്യൂട്ടറിന്റെ യൂസേജ് എന്നുള്ളതൊക്കെ അവിടെ വിചാരിക്കുന്നത്. അതാണ് സംഭവം. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആര് പർച്ചേസ് ചെയ്യണം അത് തീരുമാനിക്കുന്നത് തന്നെ സിസ്റ്റം. സെയിൽസ് ചെയ്യുകയാണെങ്കിൽ ആരാ സെയിൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇവിടെ ഒരു സെയിൽസ്മാൻ നമ്മളെ ഷോപ്പിൽ നിൽക്കുന്നു, അവന്റെ വർക്ക് എന്താണ്, കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ആര് പൈസ വാങ്ങണം, ആരൊക്കെയാണ് അവിടെ ഒരു വെണ്ടർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടത്, ഇതിനൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്യാനാണ് സിസ്റ്റം. അപ്പൊ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പാടെ ഇവിടെ എന്തൊക്കെ ആക്കാൻ വേണ്ട ബിസിനസ്സുകാർക്ക് ഒരു വലിയൊരു ഭീഷണി അതാണ്. ടീമിന്റെ അടുത്ത് പോയിട്ട് ഇവിടെ സിസ്റ്റമാറ്റിക് ആക്കാൻ പോവാണ്, ഞങ്ങൾ ബിസിനസ്സിനെ നല്ലൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോവാന്ന് പറയുമ്പോൾ ടീം ആകെ പാനിക്കാവാണ്, ഇവിടെ എന്തോ വരാൻ പോകും. സത്യത്തിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായി ഡിഫൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയോ, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും സെക്യൂർഡ് ആവുകയാണ്. കാരണം സെക്യൂർഡ് ആവുന്ന അവന് വളരെ ഈസിയായി, അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന് നല്ല ക്ലാരിറ്റി കിട്ടി. അത് തന്നെയും അവൻ എന്തുകൊണ്ട് ചെയ്തു, ഇപ്പുറത്തുള്ള മറ്റവൻ അപ്രൂവ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഇവൻ കുടുങ്ങില്ല, കാരണം ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു, മറ്റവൻ ഇങ്ങനെ അപ്രൂവ്. മുകളിൽ നിന്ന് BRലേക്ക് അതിൻ്റെ മുകളിലേക്ക് കൃത്യമായി നമ്മളൊരു സാധനം എവിടെ തൊട്ട് കഴിഞ്ഞാലും അതിന് നല്ല കൃത്യമായൊരു നല്ലൊരു വര കിട്ടും. അതുകൊണ്ട് എല്ലാവരും സെക്യൂർഡ് ആവുക ചെയ്യുക. അവർ സെക്യൂർഡ് ആവുന്നു, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ ടൈം അവിടെ കൃത്യമായി അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വിഷയത്തിൽ മാത്രം ചിലവഴിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് ഗുണമാണ് ടീമിന് കിട്ടുക. പക്ഷെ ടീം ആകെ പാനിക്കാവുകയാണ് സാധാരണ രീതിയിൽ കാണാറുണ്ട്.